நாங்க 5-6 தலைமுறையா இருக்கிறோங்க. 5-6 തലമുറ. ആക്ച്വലി ഒരു ആക്സിഡന്റ് പറ്റിയതാണ് ഞങ്ങൾക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആയിഷ് അർജുൻ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ 1 ഡേ ട്രിപ്പ് അറ്റ് മൂന്നാർ. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് ആക്ച്വലി ഇത്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് ഇങ്ങനെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് അർജുട്ട് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നാളെ മൂന്നാർ പോവാം, സൺഡേ പോവാം. അപ്പം ഞാൻ ചോദിച്ചു മൂന്നാറാ എന്തിന്? അപ്പം എന്നോട് പറഞ്ഞു അവിടെ ഇങ്ങനെ കുറേ മറ്റേ വയലറ്റ് ലാവൻഡർ പൂക്കളൊക്കെ വിരിയണ സമയം കാണാൻ നല്ല രസമാണ്. അപ്പം ഞാൻ ഇത് ഇൻസ്റ്റയിൽ റീലിൽ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പം ഞാനും ഓക്കെ എക്സൈറ്റഡ് ആയി. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പാണ്. നമ്മളിന്ന് സൺഡേ വെളുപ്പിനൊരു എത്ര മണിക്കാ? ഒരു 5 o'clock. 5-ന് എണീറ്റു. 6 ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ഇവിടെ നമ്മളൊരു 9:30 ആയപ്പോൾ മൂന്നാർ എത്തി. അങ്ങനെ ഇപ്പം നമ്മളുള്ളത് കൗബോയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റി സ്പോർട്സ് ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചല്ല ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആക്ടിവിറ്റി ഏരിയയിൽ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ കുറച്ച് മൂന്നാർ ക്ലിപ്പിംഗ്സ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അർജുൻ, വാട്ട് യു ഹാവ് ടു സേ? അർജുന്റെ സ്ഥിരം സ്പോട്ടാണ് മൂന്നാർ. ബൈ ദ വേ ഹി ലവ്സ് മൂന്നാർ. എന്താ പറയാ മൂന്നാർ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഭയങ്കര ചൂടാ. അർജുൻ ആക്ച്വലി ഉറക്കം തൂങ്ങി നടക്കാം. ഈ സമയത്ത് ആരും ഇങ്ങോട്ട് വരണ്ട. ഒരു മെയ് ജൂൺ ആ ഒരു ടൈമിൽ വന്നാൽ മതി. ജനുവരി ഫെബ്രുവരി മാർച്ചിലൊന്നും മൂന്നാറിലോട്ട് വരണ്ട എന്നല്ല, വരുന്നവർക്ക് വരാം. പക്ഷെ ഭയങ്കര ചൂടാണ്, വരണ്ട കാലാവസ്ഥയാണ്. അല്ല, കേരളത്തിൽ എല്ലാവരുടെയും നല്ല ചൂടാണല്ല എന്നല്ല, അതുപോലെ തന്നെ മൂന്നാറിലും. പക്ഷെ കാറ്റ് വീശുമ്പോൾ ഒരു തണുപ്പുണ്ട്. കാറ്റടിക്കുന്ന സമയത്ത് നമുക്കൊരു മൈൽഡ് തണുപ്പുണ്ടാവും. പിന്നെ ഒരു ദിവസം എവിടെയെങ്കിലും വരണം എന്ന് കരുതി കഴിഞ്ഞ മാസം ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു. പക്ഷെ അത് എന്താ പറയുക, അത് അവസാനം വരെ എത്താൻ പറ്റിയില്ല. അതൊക്കെ പിന്നെ പറയാം, വലിയൊരു കഥയാണ്. അപ്പോൾ അതിലോട്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അത് എത്തി. അല്ല, this was not planned actually. This was not ഒറ്റ ദിവസം കൊണ്ട്. അതായത് ഇന്നലെ വൈകുന്നേരം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകാം, മൂന്നാറിലോട്ട് പോകാമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രാവിലെ വണ്ടി എടുത്തു, നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നു, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് മൂന്നാർ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. സോ ഞാൻ കഴിക്കുന്നത് ദോശ, ബട്ടർ മസാല ദോശ. അതുപോലെ ഒരു ബുൾസൈ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്താ ഓർഡർ ചെയ്തത്? ചിക്കൻ കറി. അപ്പവും ചിക്കൻ കറിയാണ്. പിന്നെ അർജുന ചായ പറഞ്ഞു, ഞാൻ ചായ കുടിക്കാറില്ല. അങ്ങനെ നമ്മൾ കയറിയിട്ടുള്ളത് ഫാമിയാർഡ് അല്ലേ? ഫാമിയാർഡ് റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത്. നമ്മളിതിന് മുന്നേ ഇതുപോലെ മൂന്നാർ വരുന്ന സമയത്ത് ഇവിടെ തന്നെ കയറി ലഞ്ച് കഴിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ കഴിക്കുന്നത്. സോ അപ്പോൾ ഇതാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്. നമ്മൾ കഴിച്ചത് ദിസ് ഇസ് ഫാം യാർഡ് റെസ്റ്റോറൻ്റ് ആണ്. ഓൺ ദ വേ ടു മൂന്നാർ. അപ്പോൾ അർച്ചോട്ടെ എന്താ നമ്മളുടെ പ്ലാൻ? നമ്മളിനി എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ മൂന്നാർക്ക്? ഇവിടെ നിന്ന് ഇനി മൂന്നാർ എനിക്കൊന്നൊരു ഉറക്കെ പറയോ? കേൾക്കില്ല. 10-15 കിലോമീറ്റർ മാത്രമാണ് ഇനിയുള്ളത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു 1 ഡേ, അർജുൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 ഡേ നമ്മളൊന്ന് ഒരു റിലാക്സ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ വന്നതാണ്. അപ്പോൾ നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ, കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല വ്യൂ അല്ലേ? മൂന്നാറാണോ വയനാടാണോ ഇഷ്ടം? കൂടുതൽ ഒരെണ്ണം പിക്ക് വൺ, ഡോണ്ട് ബി ഡിപ്ലോമാറ്റിക്. മൂന്നാറാണോ വയനാടാണോ കൂടുതൽ ഇഷ്ടം? മൂന്നാർ ഇഷ്ടമാണ്, വയനാട് ഇഷ്ടം. ടെൽ വൺ, ചൂസ് വൺ. മൂന്നാറായിരിക്കണം. For me വയനാട്. ചിലപ്പോൾ വയനാടായിരിക്കാം. No. For you it's മൂന്നാർ, I know that. ഓക്കെ, അങ്ങനെ നമ്മളിതേ മൂന്നാറെത്തി. നമ്മളിപ്പോൾ എവിടെ കറക്റ്റ് പോകുന്ന സ്ഥലം? നല്ല വ്യൂ.
ആയൂർ In കൗണ്ടിലോട്ട് 300 meters, turn left to stay on Munnar bypass. ആയൂർ കൗണ്ടി നമ്മളിപ്പോ ലാവൻഡർ അല്ലേ. ഫൈനലി ഞാൻ അവിടുന്ന് തൊട്ടേ ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഇൻസ്റ്റാ റീൽസിലെല്ലാം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഈ ലാവൻഡർ അല്ലെങ്കിൽ പർപ്പിൾ എന്ന് പറയാം, വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ചെടി അല്ലേ, മരം. സോ ബ്യൂട്ടിഫുൾ ഈ ഒരു ലാവൻഡർ കളർ ഫ്ലവേഴ്സ് കാണാൻ. അതിങ്ങനെ ഒരുപാടുണ്ട് മൂന്നാർ ഈ ഒരു സമയത്ത്. വാവ്. നമ്മളപ്പോ പോകുന്ന ലൊക്കേഷൻ ഈസ് ആറ്റുകാട് അല്ലേ, ആറ്റുകാട് വാട്ടർഫോൾസ്. സത്യം പറഞ്ഞാൽ മൂന്നാർ വരാന്നാണ്. അപ്പൊ ഞാൻ അർജുൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് എനിക്ക് വാട്ടർഫോൾസ് കാണണമെന്നാണ്. വാട്ടർഫോൾസിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു വാട്ടർഫോൾസ് ഒന്നും ഇല്ല, മൂന്നാർ പോകാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അറിയാണ്ട് തന്നെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മൾ അങ്ങോട്ടാണ് പോണേന്നുള്ളത്. ഇപ്പൊ മാപ്പ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൂൾ. നേരത്തെ നല്ല വ്യൂ ആയിരുന്നു, ഞാൻ ആ സമയത്ത് എടുത്തു. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ ആറ്റുകാട് വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഓടി വന്ന എനിക്ക് കാണാൻ കഴിഞ്ഞത് വരണ്ട് കിടക്കുന്ന പാറകൾ മാത്രമാണ്. ഞാൻ കാണിച്ചു തരാം. ആ, വെള്ളം ഫുള്ള് തീർന്നു അല്ലേ. പുതിയൊരു പാലം പണിയുക ആണോ? ഗെട്ടു സ്റ്റാമില്. അപ്പൊ പുതിയ പാലം പണിയുമ്പോ വെള്ളത്തിന് അവിടെ കെട്ടി. ഓ ശരി, അതുകൊണ്ട് വെള്ളം അതുകൊണ്ട് വെള്ളം ഇറങ്ങി വരാറ്. ഓക്കെ. ആ, അപ്പൊ വെള്ളം ഇല്ലാത്തല്ല, പുതിയ പാലം എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ, കോഫി കുടിക്കാനായിട്ട് കയറി ഇവിടുത്തെ ചേച്ചി പറഞ്ഞാണ്. അപ്പൊ അത് കാരണം പാലം പണി നടക്കുന്ന കാരണം വെള്ളം കെട്ടി നിർത്തി വെച്ചിരിക്കുകയാണെന്ന്. അപ്പൊ ഇതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് അടിപൊളി സ്ഥലമാണ്, നല്ല വാട്ടർഫോൾസുള്ള നല്ല ഏരിയ എന്നാണ് അർജുനൻ പറഞ്ഞത്. മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അതാണ് നമ്മുടെ ആറ്റുകാട് വാട്ടർഫോൾസ്. അതായത് ഒരു കൊല്ലം മുന്നേ ഞാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു കൊടുത്തില്ലേ? ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ട്രൈ ആയിട്ട് നിൽക്കുക. അതായത് ഈ കട തന്നെ പുതുക്കി പണിഞ്ഞു. ഒരു കൊല്ലം മുന്നേ ഞാൻ വന്നപ്പോൾ ഇതായിരുന്നു. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്യൂട്ടിഫുൾ, നല്ലതാണ്. ഒരു കൊല്ലം മുന്നേ അർജുന ഫ്രണ്ട്സായിട്ട് വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത്. ഈ കടയൊക്കെ ഇതേപോലെ ആയിരുന്നു അത്, മനസ്സിലായോ? ഇപ്പൊ ഇതൊക്കെ പുതുക്കി പണിതിന്റെ ഭംഗിയെല്ലാം പോയി. ഇത് കുറച്ച് ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ പുതുക്കി പണിത് ഈ നിലയിലാക്കി. അങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ ചീറ്റിപ്പോയി അല്ലേ. ചീറ്റിപ്പോയൊരു വാട്ടർഫോൾസ് ആയിരുന്നു ഞങ്ങളുടെ ആറ്റുകാട് വാട്ടർഫോൾസ്. സോ നെക്സ്റ്റ് വെർ ആർ വി ഹെഡിങ് ടു? നെക്സ്റ്റ് പ്ലാൻ ഇനി പ്രത്യേകിച്ച് മൂന്നാറോട്ട് പോകണം. എനിക്ക് മറ്റേ ലാവൻഡർ കളർ, വയലറ്റ് അല്ല അത് പോണ വഴിയിലുണ്ട്. എനിക്ക് അതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും റീലൊക്കെ പ്ലാൻ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ചില്ല് ചെയ്യാനായിട്ടല്ല. മൂന്നാർ നമ്മൾ ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ജീപ്പ് സഫാരി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ജീപ്പ് സഫാരി ഒന്നും എടുക്കുന്നില്ല. ചുമ്മാ ജസ്റ്റ് ഒന്ന് മൂന്നാർ റൗണ്ട് അടിച്ച് അങ്ങനെ. ലവിങ് മൈ ന്യൂ വാച്ച്. இதேதான் நாங்க 5-6 தலைமுறையா இருக்கிறோங்க. 5-6 தலைமுறை இங்கதான் இருக்கு. எந்த கொச்சுமும் +1 படிக்கா. +1 +2 எந்த குரூப்? அவன் வந்து அடிமானி SNDP ல படிக்கிறான். இல்ல எந்த குரூப்? சயின்ஸா இல்ல காமர்ஸா? நீங்க இப்ப சொன்னீங்களே ரெண்டாவது சொன்னது காமர்ஸா? அதுக்கு அடுத்து இன்னொன்னு சொல்லுங்க. சயின்ஸா இல்ல ஹியூமானிட்டிஸா? ஏதோ ஒண்ணு எனக்கு தெரியாதாமா. ஆனா சயின்ஸ் கிடையாது. சயின்ஸ் கிடையாது. ஓகே. அப்புறம் பேரு என்ன? உங்க பேரு? என் பேரு ஸ்டெல்லா மேரி. ஸ்டெல்லா. ஆனா ஜெயான்னு தான் கூப்பிடுவா. ஜெயான்னு கூப்பிடுவா. இங்க என்னெல்லாம் இருக்கு? லைக் ட்ரிங்க்ஸ் மட்டும் தானா? ஆமா, வாட்டர் கேன் இருக்குது, டீ காபி எல்லாம் சாப்பிடுறேன். ഫുൾ നമ്മുടെ ആ ഒരു ലാവൻഡർ പർപ്പിൾ ഫ്ലവേഴ്സ് ആണ്. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിലോട്ടൊക്കെ പോവാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഞാൻ മുന്നേ കയറിയിട്ടുണ്ട്, പണ്ടെപ്പോഴോ കയറിയിട്ടുണ്ട്. ഇവിടം അല്ല, പണ്ടെപ്പോഴും അല്ല, ഞാൻ 2 വർഷം മുന്നെയാണ് അവസരമായിട്ട് സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുള്ളത്. ഇവിടെ ഈ ഇടയ്ക്കെന്തോ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ ഇടയ്ക്കല്ല, ഒരു 2 years ബാക്ക് ഞാനും ഡാഡിയും കൂടിയിട്ട്. അത് ബാണാസുര അല്ലേ, ബാണാസുര ഡാമിൽ.
അപ്പോൾ ഞാനും ഡാഡിയെ പോയത്, അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വട്ടം ഞാനും അർജുനും കൂടി സ്പീഡ് ബോട്ടിൽ കയറാമെന്ന് വെച്ചു. சார் அங்கே வெயிட் பண்ணுங்க. അർജുട്ട കൈ കൈ ഇവിടെ കണ്ടിരിക്കോ? അങ്ങോട്ട് ആയിരുന്നു കൈയിട് 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 കോഫി, നമ്മുടെ ഇവിടുത്തെ റിപ്പിൾ ടീയുടെ ഫാക്ടറിയിൽ കോഫി അവൈലബിൾ ആണ്. അപ്പം ഞാനെപ്പോൾ മൂന്നാർ വന്നാലും ഇത് വാങ്ങിക്കാറുണ്ട്. ഒന്ന് എൻ്റെ അമ്മയ്ക്കും ഒന്ന് അർജുൻ്റെ അനിയത്തി രുക്കൂടി. ഇവർ രണ്ടുപേരും കോഫി ഫാൻസാണ്. അപ്പോൾ രണ്ടുപേർക്ക് വേണ്ടി ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 റിപ്പിൾ കോഫി വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എത്ര റിപ്പിൾ കോഫി വാങ്ങി അർജുട്ടാ? ഇതിൽ റിപ്പിൾ കോഫി എടുത്ത് ഒരെണ്ണം എടുത്ത് 5 നമ്മള് 5 വാങ്ങിച്ചു. 2 എൻ്റെ വീട്ടിലേക്ക്, 3 അർജുൻ്റെ. അതെ, ബൈ 4 get 1 ആണ്. 2 എൻ്റെ അമ്മ കോഫി കുടിക്കും, പിന്നെ 3 അർജുൻ്റെ അങ്ങോട്ടും. അമ്മൂമ്മയ്ക്ക് 1, പിന്നെ രുക്കൂന് അവർക്ക് 2. പിന്നെ നമ്മൾ എന്താ വാങ്ങിയിട്ടുള്ളത്? പിന്നെ ഈ കാശ്മീരി ഖാവ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കാശ്മീരി ഖാവ അല്ല, ആക്ച്വലി ഗ്രീൻ ടീ വിത്ത് റോസ് പെറ്റൽസ് ആണ്. കാശ്മീരി ഖാവ എന്ന് പറയുമ്പോൾ അതിൽ സ്പൈസസ്, ഗ്രീൻ ടീ, റോസ് പെറ്റൽസ് എല്ലാം വരും. ഇതിൽ അതില്ല, റോസ് പെറ്റൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊരു വൈറ്റ് ചോക്ലേറ്റും. അങ്ങനെ നമ്മൾ അത്രയും ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. റിപ്പിൾ ടീ. യെസ്, പോവാം. ഇതാണ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ എൻ്റെ കഴുത്തിൽ, നിങ്ങൾ ആരെങ്കിലും കഴുത്തിൽ എന്തായാലും ഈ മുറിവ് എന്നറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ആക്ച്വലി ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് ഞങ്ങൾക്ക്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. വി ഡോണ്ട് ആക്ച്വലി വോണ്ട് ടു റിമെമ്പർ ദാറ്റ്. ഓക്കെ, ലാസ്റ്റ് മന്തായിരുന്നു, ഫെബ്രുവരിയിൽ. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് സ്കിന്നും കൂടി വന്ന് റെഡി ആവാനേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. വി ആർ ഗോയിങ് ബാക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്നാർ ഡേ കഴിഞ്ഞു. ആകെ കൂടെ കിട്ടിയൊരു സൺഡേ. നമ്മൾ രാവിലെ ഒരൊറ്റ വൈകുന്നേരത്തെ തീരുമാനത്തിൻ്റെ പുറത്തിൽ രാവിലെ ഇറങ്ങിയതാണ്. ഒരു 6 മണിയായ സമയം ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാം, പിന്നെ ഒരു ഡ്രൈവ്, ഒരു റിലാക്സേഷൻ ഡ്രൈവ്, അത്രേ ഉള്ളൂ. രാവിലെ 6 മണിക്ക് ഇറങ്ങി, ഇപ്പോൾ മണിയിപ്പോൾ 3:30 മണിയായി. അത്രേ ഉള്ളൂ. ഒരു ചെറിയ ഒരു ദിവസത്തിലെ ചെറിയൊരു വ്ളോഗ് മാത്രമാണ്. അതായത് വലിയ തീരുമാനത്തിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഒരുപാട് കറങ്ങണമെന്നുള്ളൊരു കാര്യത്തിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഡ്രൈവ് പോവുക, മൂന്നാർ വരെ പോവുക, നോക്കുക. ഇവിടെ മറ്റേ ആ ഒരു ലാവൻഡർ പൂവല്ലേ, അത് പല തരത്തിൽ വരും. അത് ഓരോ സീസണിലും അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ചുമപ്പാവും, പിന്നെ ഈ ഒരു
കളർ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു കളറാവും. അപ്പോൾ വലിയ സ്ഥലത്തൊന്നും നമ്മൾ മൂന്നാർ അധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ മൂന്നാറിലൊന്നുമില്ല. ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും പക്ഷെ ഒരു എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന സമയം അത്ര കറക്റ്റ് അല്ല. ഭയങ്കര ചൂടാണ് ഈ ഒരു സമയത്ത്, ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, വെയിൽ ഉദിച്ചങ്ങിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലുള്ള ഒരു തണുപ്പ് പോലും നമുക്ക് ഇവിടെ അനുഭവപ്പെടാൻ പറ്റും. കാറ്റിന് മാത്രം ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ നമുക്ക് ഈ ഒരു സമയം കറക്റ്റ് അല്ല. ഇനി വരുന്ന മെയ് ജൂൺ, അതായത് കഴിഞ്ഞ വർഷം 2024 ഞാൻ മെയ്യിൽ പോയിട്ടുണ്ടായിരുന്നു. അത് മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഒരു മഴയൊക്കെ പെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വരണം. അത് നല്ല പച്ചപ്പും നല്ല തണുപ്പും ഒക്കെ ഉള്ള നല്ല കോടയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അത് പ്രതീക്ഷിച്ചല്ല വന്നത്, എന്നാൽ പോലും അതിനൊരു 2 മാസം മുന്നേ നമ്മൾ വന്നു. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്തു. ഞാനും ഐഷുവും ഇതിൽ എൻജോയ് ചെയ്തു എന്ന് പറയാനായിട്ട് ഡ്രൈവ് മാത്രമേ ഉള്ളത്. ഒരു 80% കാറിൻ്റെ അകത്തായിരുന്നു. ബാക്കിയുള്ള 20% എന്ന് പറയുന്നത് നമ്മളൊരു 3 സ്പോട്ടിലോട്ട് ഇറങ്ങി. അത്രേ ഉള്ളൂ നമ്മുടെ മൂന്നാർ വിശേഷങ്ങൾ. നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആയുഷ് അർജുൻ. സോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് ടു സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്ന് റിട്ടേൺ അടിച്ചു. തിരിച്ചു വരാൻ നേരത്ത് നല്ലൊരു സ്പോട്ട് നോക്കി ഞാനൊരു സിറ്റ് ഡൗൺ കൊറിയോഗ്രാഫി എടുത്തു. അർജുനാണ് ഷൂട്ട് ചെയ്ത് തന്നത്. യേഹസീവാദിയാം ഈ പാട്ടിനാണ് ഞാൻ കൊറിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ഒക്കെ എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരുപാട് ഫുഡ് സ്പോട്ട്സ് റിവ്യൂ ഇട്ടിട്ടുണ്ട്.